ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ബിരിയാണിയാണിത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടിട്ടാണ് ഫിഷ് പോട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്, നോക്കാം അതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുതുകത്തുള്ള ഈ ബോണ് അത് ആദ്യം എടുത്ത് മാറ്റണം. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പോകാം. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് ബോൺലെസ് ചെയ്യണം. ഇത് ബാക്ക് ഈ ബോണൊന്ന് നമുക്ക് എടുത്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മളിവിടെ വാലിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ടാണ്. നമുക്ക് തലയും വാലൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തല നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ അതേപോലെ തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പുരാനായിട്ടുണ്ട്. ഓക്കെ അയവ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫിഷ് എല്ലാം ബോട്ടായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അതിനകത്ത് റൈസ് സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് നമ്മളത് ഓവനിൽ കയറ്റിയിട്ടാണ് അത് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇനി ഈ മീനൊന്ന് നമുക്ക് നല്ലൊരു മസാല ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ചില്ലി പൗഡർ ഇടണം. കാശ്മീരി ചില്ലിയാണിത്. അതിനുശേഷം നമ്മളൊരു 2 സ്പൂണ് ടർമറിക് പൗഡർ ഇടുന്നുണ്ട്. അതിനകത്തോട് നമ്മൾ കുറച്ച് ജിഞ്ചർ പിക്കിളാണ് ആഡ് ചെയ്യുന്നത്. ജിഞ്ചർ പിക്കിൾ നല്ലൊരു ടേസ്റ്റ് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനെപ്പോഴും ഫ്രഷ് ജിഞ്ചറിന് പകരമായിട്ട് ജിഞ്ചർ പിക്കിളാണ്. അതിന് കുറച്ച് സിട്രസും എല്ലാം ഫ്ലേവറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനകത്തോട് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മാരിനേഷൻ്റെ. പിന്നെ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം അവിടെ നിന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ നല്ല അടിപൊളി കളറുള്ള നല്ല സൂപ്പർ മസാല റെഡിയാണ്. ഇനി അതിനകത്തോട്ട് നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഫിഷ് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് മാരിനേറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാരിനേഷനാണ്. കൈ വെച്ചിട്ട് തന്നെ ആഴമാണ് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ല സൂപ്പർ മസാല ഇട്ടുണ്ട്, കളർഫുള്ളായിട്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് രണ്ട് വശം നന്നായിട്ട് തേച്ച് പിടിക്കണം. ഇനി ഇത് നമ്മളൊരു അരമണിക്കൂർ മാരിനേഷൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അത് മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കണം. പിന്നെ ബിരിയാണിയുടെ മസാല ഒന്ന് റെഡിയാക്കണം. ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ മസാല എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒണിയനും ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒണിയൻ ഫ്രൈഡ് ഒണിയൻ ആവശ്യമുണ്ട്, പിന്നെ മസാലയ്ക്കും ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാൻ പോകണം. ഇഞ്ചിയിൽ കുറച്ച് നമുക്ക് ചൊപ്പിക്കണം. എല്ലാം കൂട്ടിപ്പിടിച്ച് ഇഞ്ചി റെഡി
പിന്നെ നമ്മൾ മല്ലിയില പുതിയില നമുക്ക് കട്ട് ചെയ്തെടുക്കണം. മല്ലിയില അധികം കട്ട് ചെയ്യാണ്. നല്ല നമ്മൾ തണ്ടൊന്നും കളയാറില്ല, അത് കാരണം പരമാവധി തണ്ടൊക്കെ ചെയ്ത് കട്ട് ചെയ്യാം. ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മുടെ മല്ലിയില റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുതിനയില തണ്ട് കട്ട് ചെയ്ത് മാറ്റാണ്. നല്ല ഫ്രഷ് പുതിന ലീസാണ്, അതാണ്. റെഡി ആയിട്ടുണ്ട്. മസാല ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി പോകാം. മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഫിഷിന്റെ ഉള്ളിൽ ആ മസാല ഒക്കെ സ്റ്റഫ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഇതിൽ നമ്മൾ ഓൾ സ്പൈസസ് ആഡ് ചെയ്യാണ്. 2 കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ തക്കോല നമ്മൾ 2 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ്, ഗ്രാമ്പു, പെരുംജീരകം, പെപ്പർ, കുരുമുളക്, അങ്ങനെ എല്ലാം ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നല്ല അതിൻ്റെ ഫ്ലേവർ നമുക്ക് മസാലയ്ക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇതിനകത്തോടെ നമ്മൾ ഇടിച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാണ്. നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള വേഗം കുക്കായിക്കിട്ട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നമ്മളിപ്പോൾ ഉപ്പിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ അതോടെ പച്ചവെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യണം. ഇനി കുറച്ച് നേരം ഇവിടെ കിടന്ന് സോട്ട് ആവട്ടെ. ഇതൊക്കെ നമുക്ക് സമയം എടുക്കുന്നുണ്ട് റെഡി ആവാനായിട്ട്. നമ്മുടെ തുണിയിലൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 2 സ്പൂണ് കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണുണ്ട്. ഇനി നമ്മൾ ഗരം മസാല പൊടിയേഴ്സ് ഇടുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് ആ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് റൈസ് ഇവിടെ നമുക്ക് അടിച്ച് റെഡിയാക്കണം. ഇതിവിടെ കിടന്ന് റെഡി ആവട്ടെ. ഫ്രൈഡ് ഓണിയൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതിനകത്ത് കുറച്ച് ഞാൻ ഗീ ഒഴിച്ചു കൊടുക്കുന്നു. ഈ ചൂടായി വരുന്നുണ്ട്. സവാള ഇട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ഓണിയൻ ഇട്ട് കൊടുക്കാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഓണിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊക്കെ മാറ്റാണ്. നമ്മൾ കുക്ക് ചെയ്ത് മാറ്റിയ തന്നെ നമ്മൾ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുകപ്പട്ട, തക്കോലം, പിന്നെ പെരുംജീരകം, പെപ്പർകോൺ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജിഞ്ചർ ഗാർലിക് നമ്മൾ അരിഞ്ഞ് വെച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതോടെ നമ്മൾ ചെറുനാരങ്ങ ഒരെണ്ണം അരിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച്
പുതിന മിന്റ് ലീവ്സ് ഇടുന്നുണ്ട്. ആൻഡ് കൊറിയാണ്ടർ ലീവ്സ് മിന്റ് ലീവ്സ് രണ്ടും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് റൈസ് ആണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് റൈസ് നമ്മൾ ഒരു 20 മിനിറ്റ് മുമ്പ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 6 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 കപ്പ് വെള്ളത്തിൽ ആ വെള്ളം നമ്മൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനാവശ്യമായ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് മസാലയിലൊക്കെ ഉപ്പ് ആവശ്യമുണ്ട്. ഇപ്പോൾ റൈസിനുള്ള വെള്ളം റെഡിയാണ് സമയം കൊണ്ട് നമുക്ക് ബിരിയാണി മസാല ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് അത് കുക്ക് ചെയ്ത് നല്ല പരിവായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഞാൻ പുതിനയിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങോട്ട് നമ്മൾ മല്ലിയിലും കുറച്ച് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് ഫയർ ഓഫ് ചെയ്തിട്ട് അതിനകത്ത് 2 സ്പൂൺ യോഗട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. യോഗട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഫയർ ഓഫ് ചെയ്യാണ്. നല്ല കട്ട തൈരാണ് ഇട്ടേക്കണം, സാധാരണ അതൊന്നും ഉടഞ്ഞു വരണം. നമ്മൾ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. തിക്ക് മസാലയാണ്, മണമൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. റൈസ് ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബസ്മതി റൈസ് 2 കപ്പാണിത്. 2 കപ്പ് വാഷ് ചെയ്ത് 20 മിനിറ്റ് മുമ്പ് വെച്ചതാണ് കുക്ക് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. റൈസ് നമ്മുടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കവർ ചെയ്ത് വെക്കണം, കാരണം കുറച്ച് കുക്ക് ആവാനുണ്ട്. അപ്പോൾ ഞാനത് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിത് ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ ബനാനലീസ് വെച്ചിട്ടുണ്ട്. ബനാനലീസ് അന്വേഷിച്ച് കുറേ നടന്നു, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ കാരണം തോന്നുന്നു തളിരിലിയാണ് കിട്ടിയേക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ഫിഷ് നല്ല മാരിനേഷനൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കുറച്ച് ആ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുകയാണ്. എല്ലായിടത്തും നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണം നമ്മൾ റൈസ് നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. കുറച്ച് മസാലയൊക്കെ ഞാൻ സൈഡിലൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അത് മസാലയൊക്കെ പിടിച്ചിട്ട് ഇനി നല്ല ടേസ്റ്റായിട്ട് വരണം. ഓക്കെ, നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മസാലയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തോടെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാണ്. റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി അതിനെ കുറച്ച് നമ്മൾ ഫ്രൈഡ് ഓണിയനും പുതിനയില മല്ലിയിലൊക്കെ നമ്മൾ കുറച്ചിട്ട് വെക്കണം. കുറച്ച് സാഫ്രോൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് റോസ് വാട്ടറും ഞാൻ സാഫ്രോൺ മിക്സ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് പൊട്ടറ്റോ ഞാൻ മാരിനേറ്റ് ചെയ്ത സെയിം നമ്മൾ നേരത്തെ ഫിഷ് മാരിനേറ്റ് ചെയ്ത മാരിനേഷനിൽ എന്നിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിന് ഫിഷ് ഒന്ന് മറിഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഫിഷ് മര്യാദക്ക് അങ്ങനെ ഇരുന്നോളൂ. അതിന് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അത് നമ്മൾ ഒരു 20 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും നമ്മൾ ഇതിനെ. ഓക്കെ, ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്തത് കഴിഞ്ഞ് റെഡി ആയിട്ട് കാണാം. ഓക്കെ,
ഫിഷ് പോട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറച്ച് ബനാനീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് റൈസ് നമ്മൾ എക്സ്ട്രാ റൈസ് കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ റൈസ് ഒന്ന് സൈഡിലിട്ട് കൊടുക്കണം, ആ ഫിഷ് ഒന്ന് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല റൈസൊക്കെ അടിപൊളിയായിട്ട് നല്ല കുക്കായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല ഫ്ലേവർ ഉണ്ട്. നമ്മുടെ ലെമണിൻ്റെയും ഫ്രൈഡ് സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല മണി പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് പോട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചുറ്റും കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്, കാരണം ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ഇതാണ് നമ്മുടെ ഫിഷ് പോട്ട് ബിരിയാണി. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സാധനം അടിപൊളിയാണ്, നല്ല ഫ്ലേവറാണ്. നമ്മൾ റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടാണ് പിന്നെ അതിനകത്ത് സ്റ്റഫ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ഫിഷൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് ബിരിയാണി മസാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫിഷിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കഴിച്ചു നോക്കാൻ പോകണം, ടേസ്റ്റ് എങ്ങനെ നോട്ടെ. കുറച്ച് നമ്മൾ റൈത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് റൈത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചു നോക്കാമെന്ന് വെച്ചാൽ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, സ്പൈസി ഒക്കെ ഓക്കെയാണ്. ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ റൈസിൽ, സൂപ്പർ ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് സീ ഫുഡോ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ ഉണ്ട് റൈസിൽ. പക്ഷെ ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല, നോർമൽ റൈസാണ്. അതിനകത്ത് ഈ മീനിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് എന്തായാലും കഴിച്ച് നോക്കേണ്ട സാധനമാണത്.